ഈ ജാതിക്കത്തോട്ടം. ഹായ് നമസ്കാരം, ഞാൻ ആതിര. ഏവർക്കും ഫ്രൈഡേ ഫേമിലേക്ക് സ്വാഗതം. എൻ്റെ ഉള്ളിലെ പന്ത് പോലൊരു ഉരുണ്ടു കേറ്റം, കണ്ട കള്ളപ്പെരുമാറ്റം. ശ്രുതി മധുരമായ നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക സൗമ്യ രാമകൃഷ്ണൻ ചേച്ചി, വെൽക്കം ടു ഫ്രൈഡേ ഫെയിം. താങ്ക് യു. ചേച്ചിയുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ളൊരു എൻട്രി അതെങ്ങനെയായിരുന്നു? അത് വിജയ് സാറാണ് എന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിന് മുമ്പ് പാട്ടിൻ്റെ തന്നെ ഇപ്പോൾ റെക്കോർഡിങ്സും മറ്റത് നമ്മൾ പാട്ട് പഠിക്കും, വീട്ടിൽ അഭ്യസിക്കും എന്നല്ലാതെ അതിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള വഴിയെല്ലാം ഒരുക്കി തന്നത് സാറ് തന്നെയാണ്. നന്നായിട്ട് നമ്മളെ നല്ല മെൻറ്ററിങ് ചെയ്തിട്ട് റെക്കോർഡിങ്സിനും പാടാൻ സാർ അവസരം തന്നു. ജിംഗിൾസ് കുറേ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലാൽ ജോസ് സാറിന് വേണ്ടിയിട്ട് ലൂണാർ എന്ന് പറഞ്ഞൊരു ജിംഗിൾ പാടിയിട്ടുണ്ടായിരുന്നു, ലൂണാർ ഫുട്വെയർസിൻ്റെ. അപ്പോൾ അതിന് ശേഷം ആണ് പിന്നീട് സാറ് വിജയ് സാറിന് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അറബിക് കഥ വഴി കിട്ടിയപ്പോൾ അതിന് സാറ് പാടാൻ അവസരം തന്നു. പിന്നെ അങ്ങനെ തുടർന്ന് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. കണ്ണിലെ പൊയ്കയിലെ കുഞ്ഞല മാലയിലെ ഞാനോ. ചേച്ചി, ഈ പ്രേക്ഷകർക്ക് വേണ്ടി അടുത്തൊരു പാട്ടിലോട്ട് പോയാലോ? തീർച്ചയായും. അത് അടുത്തത് കണ്ണിലെ പൊയ്കയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് പാടാം. അത് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ടാണ്. ശ്രീ ഗണേഷ് സുന്ദർ ചേട്ടൻ്റെ ഒപ്പം ഒരു ഡ്യുവറ്റാണ്. വിജയ് സാറ് കമ്പോസ് ചെയ്ത് റഫീഖ് അഹമ്മദ് സാർ എഴുതിയ പാട്ട്. ഈ പാട്ടിന് ആ വർഷത്തെ ഫ്ലവേഴ്സ് ടിവിയുടെ ബെസ്റ്റ് ഡ്യുവറ്റിനുള്ള അവാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. കണ്ണിലെ പൊയ്കയിലെ കുഞ്ഞല മാലയിലെ ഞാനോ മീനോ കാണാത്തീരം തേടി പോകും പൊൻകിന തോണികളോ പൊന്നര എണ്ണങ്ങളോ ചാഞ്ഞിറങ്ങണ ചന്ദന വെയിലില് ഞാൻ അലിഞ്ഞൊരു വേളയില് പൊന്നരളി പൂവ് നുള്ളി നിന്നെ ഞാൻ ഓർത്തതല്ലേ. ചേച്ചി അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. സൗമ്യ ചേച്ചി വർക്ക് ചെയ്തിട്ടുള്ള മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? തീർച്ചയായും. അത് നന്ദു കർത്ത എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പോസർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ ഫിലിമിൽ മുത്തുമണി മഴയായി. പിന്നെ എബി എന്ന് പറഞ്ഞ ഫിലിമിൽ ശ്രീ ജെയ്സൺ ജെ നായരുടെ പറുദീസയിലെ പനിനീർ മലരല്ലേ അത് പാടിയിട്ടുണ്ട്. പിന്നെ സംഗീത വർമ്മ എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പോസറിൻ്റെ ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ഫിലിമിൽ നീലക്കാർമുകിൽ പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ ജാതിക്കത്തോട്ടം. പിന്നെ ഡോൺ വിൻസെൻറ്റിൻ്റെ ആടലോടകം ആടി നിൽക്കണം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ഇന്നാത്താൻ കേസ് കൂടൽ. ഇതൊക്കെയാണ് മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളുടെ പേര്. അപ്പോൾ അതിൽ നന്ദുചേട്ടൻ്റെ പാട്ട് പാടാം, മുത്തുമണി മഴയായി ഇഡിയറ്റ്സിൽ. അത് നജീമിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റാണ്. മുത്തുമണി മഴയായി മുത്തമിടുമഴകായി ചുറ്റിവരും പുഴയായി തൊട്ടൊഴിയും നനവായി ഉടലുകളലയും മലരിതളിണയായി ഉയരതിലലിയും ഹിമജല കണമായി. ചേച്ചി കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. ചേച്ചി, എബി എന്ന ചിത്രത്തിലെ ഒരു സാഡ് സോങ് പാടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ടൊന്ന് പോയാലോ? അത് പറുദീസയിലെ പനിനീർ മലരല്ലേ എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ജെയ്സൺ ജെ നായരാണ് അതിൻ്റെ മ്യൂസിക് കമ്പോസർ. എഴുതിയത് റഫീഖ് അഹമ്മദ് സാറാണ്. ഇതിൻ്റെ വേറെ പ്രത്യേകത, ശ്രീകാന്ത് മുരളി സാർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമാണ്. അപ്പോൾ അതിലെനിക്ക് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിമിൽ തന്നെ ആദ്യത്തെ ഒരു പാട്ട് തന്നെ നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ജെയ്സൺ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അതൊരു വേറെ അനുഭവമായിരുന്നു. അപ്പോൾ ആ പാട്ട് തന്നെ പാടാം. പറുദീസയിലെ പനിനീർ മലരല്ലേ മിഴിനീർ മണിയിൽ വിരിയും മഴവില്ലേ നിൻ പാദമൂഴിയിലോ നീ വിണ്ണോളമെങ്ങോ പാറി ബദലഹീം പുൽക്കൊടിൽ ഇന്നിതാ കാണു ഞാനോമനേ ഇടയർ തൻ ഗീതികൾ കേൾപ്പു ഞാൻ കാതിലെൻ ജീവനേ
പറുദീസയിലെ പനിനീർ മലരല്ലേ, മിഴിനീർമണിയിൽ വിരിയും മഴവില്ലേ. കൊള്ളായിരുന്നു ചേച്ചി. താങ്ക് യു. ചേച്ചി പാടിയ ഒരു ട്രെൻഡിങ് സോങ് ഇല്ലേ, ജാതിക്ക തോട്ടം എന്നുള്ളത്, ആ പാട്ടിലോട്ട് പോയാലോ? തീർച്ചയായും. എനിക്ക് ഏറ്റവും അധികം പോപ്പുലാരിറ്റി നേടിത്തന്ന ഒരു പാട്ടാണ് ജാതിക്കാത്തോട്ടം. അതിൻ്റെ മ്യൂസിക് കമ്പോസർ എന്ന് പറയുമ്പോൾ ജസ്റ്റിൻ വർഗീസ്. ജസ്റ്റിൻ വിജയപാൽ സാറിൻ്റെ അവിടെ കുറേ നാൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിനെ. അപ്പോൾ അപ്പോൾ തൊട്ടുള്ള പരിചയമാണ് ജസ്റ്റിൻ്റെ. അപ്പോൾ അത് തന്നെയാണ് ഈ പാട്ടിലേക്കും വഴിയൊരുക്കി തന്നത്, ഈ പാട്ട് പാടാൻ. കൂടെ പാടിയിട്ടുള്ളത് സാറിൻ്റെ മകൻ ദേവദത്ത് വിജയപാലാണ്. പിന്നെ അതിൻ്റെ കോറസ് പാടിയിട്ടുള്ള കുട്ടികളിൽ ഒരാൾ ദയം, പിന്നെ വേറെ പവ്നി പറഞ്ഞ വേറൊരു മോളുമാണ്. അപ്പം അത് ആ സോങ് പാടാം. ഈ ജാതിക്കാത്തോട്ടം ഇജാതി നിന്റെ നോട്ടം, എൻ്റെ ഉള്ളിലെ പന്ത് പോലൊരു ഉരുണ്ടു കേറ്റം, കണ്ട കള്ളപ്പെരുമാറ്റം. ഈ ജാതിക്കാത്തോട്ടം ഇജാതി നിന്റെ നോട്ടം. ചേച്ചി പാട്ട് പാടിയത് അടിപൊളിയായിട്ടുണ്ട്. ഈ പാട്ട് പാടിയ ഒരു വ്യത്യസ്ത രീതിയിലാണല്ലോ, അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? അതെ, ഈ പാട്ട് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് പാടിയിട്ടുള്ളത്. അത് പക്ഷെ നാച്ചുറലി എനിക്ക് തോന്നുന്നു അത് ജസ്റ്റിൻ്റെ മിടുക്കാണ്. ജസ്റ്റിൻ അങ്ങനെ പാടിച്ചെടുക്കുക ചെയ്തത്. അതായത് ഒരു കംപ്ലീറ്റ് ഒരു പാട്ടിൻ്റെ ഇതല്ലാതെ ഒരു മൂളലൊക്കെ ഉണ്ടല്ലോ, ജാതിക്കാത്തോട്ടം. അപ്പം അത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ഇത് വരണം, ഒരു ഫൺ എലമെൻറ്റ് കൂടുതൽ ഫൺ എലമെൻ്റ് ആണ് ഈ പാട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റിൻ ഇത് പാടിച്ചത്. പിന്നെ ഇത്ര അധികം പോപ്പുലർ ആവുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പാട്ട്. ആ വർഷത്തെ പോപ്പുലർ രാമു കാര്യട്ട് അവാർഡ് കിട്ടി, ബെസ്റ്റ് പോപ്പുലർ സിംഗർ സോങ്ങിൻ്റെ അവാർഡ് കിട്ടി. പിന്നെ അതുകൂടാതെ റേഡിയോ മിർച്ചീൻ്റെ അവാർഡും കിട്ടി, ബെസ്റ്റ് സിംഗറിൻ്റെ അവാർഡ് കിട്ടി. അപ്പോൾ അത് പോപ്പുലാരിറ്റിയും അവാർഡ്സും എല്ലാം നേടിത്തന്ന ഒരു പാട്ടാണ് ജാതിക്കാത്തോട്ടം. ഇപ്പോഴും ആൾക്കാരോട് പറയുമ്പോൾ ഏത് പാട്ടാണ് പാടിയതെന്ന് പറയുമ്പോൾ സിംഗറാണ്, എന്താ പ്രൊഫഷൻ സിംഗറാണ്, ഏത് പാട്ടാണ് പാടിയെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പാട്ട് പറഞ്ഞാൽ ഉടനെ അവർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. മറ്റേത് നമ്മൾ 3-4 പാട്ടുകളൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു വൈഡ് പോപ്പുലാരിറ്റി ആയിപ്പോയി അത്ര ഈ ഒരു പാട്ടിന് കിട്ടിയത്. അപ്പോൾ അത് വേറൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് എല്ലാ താങ്ക്സും ജസ്റ്റിന് ആണ്. ജസ്റ്റിൻ വർഗീസിൻ്റെ പോലെ തന്നെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തവരുടെ കൂട്ടത്തിലെ ഒരാളാണ് ഡോൺ വിൻസെൻറ്റ്. ഡോൺ എന്നാത്താൻ കേസുകൂട് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഹിറ്റായൊരു ഫിലിമുണ്ട്. അതിൽ ആടലോടകം എന്ന് പറഞ്ഞൊരു പാട്ട് എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഷഹബാസ് അമൻ സാറിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് സോങ് ആണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നൊരു, ഇപ്പോൾ ഷഹബാസ് അമൻ സാറിനെ പോലെ വലിയൊരു സിംഗറുടെ കൂടെ പാടാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിഷ്ഡായ മൊമെൻറ്റ്സിൽ ഒന്നാണ്, നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് നമുക്ക്. അപ്പം അത് പാടാം. ആടലോടകം ആടി നിക്കണ്, ആടലോടൊരാൾ വന്ന് നിക്കണ്, ഉള്ളിലുള്ളത് കണ്ണിലുള്ളത് ദേവിയാണ് ഉള്ളിലാളണ്. ആടലോടകം ആടി നിക്കണ്, ആടലോടൊരാൾ വന്ന് നിക്കണ്, ഉള്ളിലുള്ളത് കണ്ണിലുള്ളത് ചില്ല് പോലെ വന്ന് നിക്കണ്. ഈ പാട്ടിന് ആ വർഷത്തെ മഴവിൽ മ്യൂസിക് അവാർഡ്സിൻ്റെ ബെസ്റ്റ് ഡ്യുവറ്റിൻ്റെ അവാർഡ് കിട്ടി എനിക്കും ഷഹബാസ് അമൻ സാറിനും. അത് മറ്റൊരു സന്തോഷത്തിന് വഴിയൊരുക്കിയൊരു പാട്ടാണ്. പിന്നെ ഡോണിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ചാൻസ്. സൗമ്യ രാമകൃഷ്ണൻ്റെ സംഗീത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ഞാൻ തനിയെ മിഴിയിൽ നിറയും മായാകാതങ്ങൾ തേടും, എൻ നിഴലായി നനയും ഉയിരിൽ നീ അലിഞ്ഞു ചേരും, മനമുഴ
ഉതിരുന്നൊരു ജലകന്യകയായി.